ഹലോ, ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും തട്ടിക്കൂട്ടാണ് കേട്ടോ. സമയമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്തെടുത്തിട്ട് ജോലിക്കൊക്കെ പോകുന്നവർക്കാർക്കും കുഞ്ഞുങ്ങൾക്കായാലും ഒക്കെ സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണി എന്ന് പറഞ്ഞാൽ ശരിക്കും ബിരിയാണിയൊന്നും അല്ല, എന്നാലും ബിരിയാണി എന്ന് തന്നെ പറയാം കേട്ടോ. ബിരിയാണിയുടെ അരി തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ ഗോൾഡ് ആ അരിയാണ് കേട്ടോ. ഇതിവിടെ നേരത്തെ വാങ്ങിച്ചതിൻ്റെ ഇത്തിരി അധികം ഇരുന്നതാണ്. ഞാനപ്പോൾ രാവിലെ പോകാനുള്ള തിരക്കിനിടയ്ക്ക് പെട്ടെന്ന് ഇത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അരി നമ്മൾ നോർമലി വേവിക്കുന്ന പോലെ തന്നെ ബിരിയാണി അരിക്ക് വേവിക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ച് ഞാൻ ഊറ്റിയെടുക്കാറാണ് പതിവ്. ഇന്നും അതേപോലെ തന്നെയാണ് ചെയ്തത്. പിന്നെയുള്ള രസമെന്ന് പറഞ്ഞാൽ ഇവിടെ ചിക്കൻ ബിരിയാണി ഒന്നും അല്ല കേട്ടോ, മുട്ട ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2-3 സവാള, അത്യാവശ്യം വലിപ്പമുള്ള സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്തരം സാധനങ്ങളൊക്കെ അതിനകത്തിൽ നമ്മൾ നോർമലി ഒരു മുട്ടയ്ക്ക് ഒക്കെ ചേർക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. കുറച്ച് അരി മാത്രമേ ഉള്ളതുകൊണ്ടാണ് ഇനി 3 മുട്ട എടുത്തത്. ഉള്ളി, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. അത്യാവശ്യം അതൊന്ന് കരിയാതിരിക്കാൻ വേണ്ടിയുള്ള എണ്ണ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും അരി ഇവിടെ തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തായാലും ഉള്ളിയൊക്കെ വഴണ്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു നുള്ളു മുളക് പൊടിയും കുരുമുളക് പൊടിയുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വേറെ മസാലകളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ഗരം മസാലയുടെ പൊടിയൊക്കെ ഇടാം. പക്ഷേ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ മുട്ടയ്ക്ക് ഇടുമ്പോൾ എന്തോ എനിക്കൊരു ടേസ്റ്റ് കുറവ് പോലെ തോന്നുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എന്നിട്ട് മുട്ട പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിച്ച് അതിനെ നന്നായിട്ട് ചിക്കി എടുക്കുകയാണ് ചെയ്തത്. ചിക്കി എടുക്കുക എന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് തോത്തി എടുത്തിട്ടുണ്ട്. ഒരുപാട് തീ കൂട്ടി വെക്കാതെ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ മൂപ്പിച്ച് ഇളക്കി 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 തവി കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് അരിയും നോക്കുന്നുണ്ട്. അരി ഞാൻ ഇച്ചിരി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അരി വെന്ത് പൊട്ടാതിരിക്കാൻ വേണ്ടി വേവിക്കുന്നതിൻ്റെ ഉടനെ ഇച്ചിരി സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ അരി വെന്ത് പൊട്ടത്തില്ല. പൊട്ടിക്കഴിഞ്ഞാൽ അതിന് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എന്തായാലും എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അരിയെല്ലാം ഊറ്റി എടുത്തുകൊണ്ട് വന്നിട്ട് താഴത്തെ ലെയറിൽ ഇത്തിരി നെയ്യൊഴിച്ച് പാത്രം ചൂടാക്കി അതിനകത്തേക്ക് ആദ്യം മുട്ട ഇങ്ങനെ ചെയ്തതെടുത്ത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ കുറച്ച് ചോറ് ഇട്ടിട്ടുണ്ട്. അതിന് മുകളിൽ വീണ്ടും മുട്ട വിതറി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ അരി വേവിക്കുന്ന സമയത്ത് ഇതിനകത്ത് ക്യാരറ്റോ മറ്റെന്തെങ്കിലും വെജിറ്റബിൾസ് ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്താം. ഞാനിവിടെ ക്യാരറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചോറ് 10-15 മിനിറ്റ് ഞാൻ ആ സിമ്മിലിട്ട് ഇതിനെ ഒന്ന് നെയ്യൊക്കെ ഒഴിച്ചതല്ലേ, അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് അധികം വന്ന മുട്ട വീണ്ടും ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അടിപൊളി മുട്ട ബിരിയാണി റെഡി.